കേരളത്തെ രണ്ടായി തിരിക്കുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന് നമ്മൾ ചിന്തിച്ചാൽ വളരെ മനോഹരമാണ്. ഈ രണ്ടായി തിരിക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. 1957 കേരള സംസ്ഥാനം ഭാഷാടിസ്ഥാനത്തിൽ ഇന്ത്യ രൂപീകൃതമായ സംസ്ഥാനത്തിന് മുമ്പുള്ളൊരു കേരളത്തെക്കുറിച്ചുകൂടി ചിന്തിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് തീർച്ചയായും കേരളത്തിൻ്റെ ബാക്കി കാര്യങ്ങൾ, ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾക്ക് പ്രസക്തിയുള്ളൂ. 1800-കൾ വരെയുള്ളൊരു ഭൂമിശാസ്ത്ര പ്രദേശമുണ്ട്. അത് തിരുവിതാംകൂറെന്നും കൊച്ചിയെന്നും മലബാറെന്നും ഒക്കെ തിരുക്കൊച്ചി എന്നൊക്കെ പറഞ്ഞ് പല പേരുകളിൽ പല രാജാക്കന്മാർ പല രൂപത്തിൽ ഭരിച്ചിരുന്നൊരു നാടാണ് 1800-കൾ വരെ. പിന്നെ ബ്രിട്ടീഷുകാരുടെ ഫ്രഞ്ചുകാരുടെ വരവുണ്ട്, ബ്രിട്ടീഷുകാരുടെ വരവുണ്ട്, അങ്ങനെ ഒത്തിരി കഥകളുണ്ട്. അത് പൊളിറ്റിക്സാണ്, അതവിടെ നിൽക്കട്ടെ. ഞാൻ പറയാൻ പോകുന്ന വിഷയം മറ്റൊന്നാണ്, വളരെ ഗൗരവതരമായൊരു വിഷയമാണ്. 1800-ൻ്റെ 18-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് ശ്രീനാരായണ ഗുരുദേവനും അയ്യങ്കാളിയും അയ്യാഗുരുവും ചട്ടമ്പിസ്വാമികളും അയ്യാ വൈകുണ്ഠസ്വാമികളും തുടങ്ങിയ വലിയ മഹാരഥന്മാർ, ആചാര്യന്മാർ കേരളത്തിൽ ജന്മം കൊണ്ടത്. അതിനു മുമ്പേ ആദിശങ്കരനുണ്ട് ഇവിടെ. അപ്പോൾ ആദിശങ്കരനും ഇവരെ ഈ വന്ന മഹാരഥൻ, പിന്നെ ആറാട്ടുപുഴ വേലായുധ പണിക്കർ, കുറേ അധികം ആളുകളുടെ ദാക്ഷായണി വേലായുധൻ, അങ്ങനെ നമുക്കെടുത്താൽ PS നടരാജപിള്ള, ഇങ്ങനെ ഒരു വലിയ പരമ്പര തന്നെ. പൊയ്കയിൽ അപ്പച്ചൻ, അതുപോലെ തന്നെ പിന്നെ ഞാൻ അയ്യങ്കാളിയുടെ കാര്യം പറഞ്ഞു, പൊയ്കയിൽ അപ്പച്ചൻ, പിന്നെ അന്നത്തെ വനിതകൾ, പിന്നെ VT ഭട്ടതിരിപ്പാട്, ഇങ്ങനെ വലിയ ഒരു ശ്രേണി നമുക്ക് എഴുതിയാൽ ഒരു മ്യൂസിയത്തിൽ വയ്ക്കാൻ കഴിയുന്ന അത്രമാത്രം ആളുകൾ കേരളത്തിൽ, വ്യക്തിത്വങ്ങൾ കേരളത്തിൽ ജന്മമെടുത്ത് കേരളത്തിന് മറ്റൊരു കേരളം സൃഷ്ടിക്കാൻ അവർ ശ്രമിച്ചു. ഒരു നവോത്ഥാനത്തിൻ്റെ ജാതിക്കപ്പുറം ചിന്തിക്കാൻ, മതത്തിനപ്പുറം ചിന്തിക്കാൻ ഒക്കെയുള്ള, വ്യക്തിയാധിഷ്ഠിത രാഷ്ട്രീയത്തിനപ്പുറം ചിന്തിപ്പിക്കാനൊക്കെ ഉള്ള വലിയ ജനാധിപത്യത്തിൻ്റെ രീതിയിലൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ കൊണ്ടുവന്നു. അവർ കിളച്ചു മറിച്ച, അല്ലെങ്കിൽ അവർ ഉഴുതുമറിച്ച ഭൂമികയിലാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും കോൺഗ്രസും വരുന്നത്. കോൺഗ്രസും ശരിക്കും അന്ന് യാതൊരു വർഗീയതയും മറ്റ് യാതൊന്നുമില്ലാതിരുന്നു. ജാതിയും മതവും വർഗവും ഗോത്രവും ഗ്രൂപ്പും ഒന്നുമില്ലാതെ, ഗ്രൂപ്പുണ്ട് പക്ഷേ അതിനൊരു ആശയാധിഷ്ഠിതമായ ഗ്രൂപ്പായിരുന്നു, ആദർശാധിഷ്ഠിതമായ ചില ഗ്രൂപ്പുകളായിരുന്നു. ബ്രിട്ടീഷുകാരോട് എന്ത് സമീപനം എടുക്കണം, പിന്നെ അതുപോലെ തന്നെ സുഭാഷ് ചന്ദ്രബോസിൻ്റെ സമീപനമായിരുന്നില്ല ഗാന്ധിജിയുടെ സമീപനം, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അല്ലാതെ ഒരു വ്യക്തിയാധിഷ്ഠിതമായ ഗ്രൂപ്പ് രാഷ്ട്രീയമൊന്നും കോൺഗ്രസിനും ഇല്ലായിരുന്നു.